സഹകരണ ബന്ധം ശക്തമാക്കുകയാണ് ഭാരതവും തായ്ലൻഡും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണയായി. ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിർണായകമായ കരാറുകളിൽ ഒപ്പുവച്ചു. രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് തായ്ലൻഡിലെത്തിയപ്പോഴും നരേന്ദ്രമോദിക്ക് വൻ വരവേൽപ്പാണ് ലഭിച്ചത്. ഡോൺ മുവാങ് വിമാനത്താവളത്തിലെത്തിയ മോദിയെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി സൂര്യ ജോങ് റോങ് രാങ്കിട്ടാണ് സ്വീകരിച്ചത്. സിഖ് സമൂഹത്തിൽ ഉൾപ്പെട്ടവരുടെ നൃത്തവും വിമാനത്താവളത്തിൽ അരങ്ങേറി. രാമായണത്തിന്റെ തായ് പതിപ്പായ രാമീകനും തായ്ലൻഡിലെ കലാകാരന്മാർ പ്രധാനമന്ത്രിക്ക് മുൻപിൽ അവതരിപ്പിച്ചു. തായ്ലൻഡും ഇന്ത്യയും തമ്മിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധമാണുള്ളതെന്ന് നരേന്ദ്രമോദി പ്രതികരിച്ചു. സാംസ്കാരികമായും ആത്മീയമായും തായ്ലൻഡും ഇന്ത്യയും തമ്മിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ബുദ്ധമതത്തിന്റെ വ്യാപനം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചു. രാമായണ കഥകൾ തായ് ജനതയുടെ ജീവിതത്തിന്റെ കൂടി ഭാഗമാണെന്നും മോദി വ്യക്തമാക്കി. തന്റെ സന്ദർശന സമയത്ത് 18ാം നൂറ്റാണ്ടിൽ വരച്ച രാമായണവുമായി ബന്ധപ്പെട്ട ചുവർ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി സ്റ്റാമ്പുകൾ തായ്ലൻഡ് പുറത്തിറക്കിയതിൽ അതീവ സന്തോഷമുണ്ടെന്നും മോദി പറഞ്ഞു. തായ് പ്രധാനമന്ത്രി പൈതോങ് തരൺ ഷിനവത്രയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. മുൻ പ്രധാനമന്ത്രി തക്സിൻ ഷിനവത്രയെയും അദ്ദേഹം സന്ദർശിച്ചു. ദി വേൾഡ് ടിപിടാക്ക എന്ന വിശുദ്ധ പുസ്തകവും ഷിനവത്ര മോദിക്ക് സമ്മാനിച്ചു. ഇന്ത്യ തായ്ലൻഡ് പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ മോദി ഷിനവത്ര ചർച്ചയിൽ ധാരണയായി. ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉൾപ്പെടെയുള്ള മേഖലകളിലെ സഹകരണത്തിന് ധാരണാപത്രം ഒപ്പിട്ടു. ഇന്ത്യ പസഫിക് മേഖലയിൽ കടന്നുകയറ്റം അംഗീകരിക്കാനാവില്ലെന്നും സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഗുജറാത്തിലെ ലോത്തലിൽ നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് വികസിപ്പിക്കാൻ തായ്ലൻഡുമായി സഹകരിക്കും. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനും തായ്ലൻഡിലെ ഓഫീസ് ഓഫ് സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് പ്രൊമോഷൻസും ധാരണാപത്രം ഒപ്പിട്ടു. ഭാരതവും തായ്ലൻഡും പ്രധാനപ്പെട്ട 5 കരാറുകളിലാണ് ഒപ്പുവെച്ചത്. സമ്പദ് വ്യവസ്ഥയെ ഡിജിറ്റലാക്കാനുള്ള സഹായം, തുറമുഖങ്ങൾ വികസിപ്പിക്കാനുള്ള സഹായം, ചെറുകിട വ്യവസായങ്ങൾ മെച്ചപ്പെടുത്താനുള്ള കരാർ എന്നിവ ഉൾപ്പെടുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പ്രതിരോധ പങ്കാളിത്തത്തിന്റെ തലത്തിലേക്ക് ഉയർത്തുമെന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇരുവരും പറഞ്ഞു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമെന്ന് മോദി കൂട്ടിച്ചേർത്തു. സംസ്കൃതം, പാലി എന്നീ ഭാഷകളുടെ സ്വാധീനം തായ് ഭാഷകളിൽ പ്രകടമാണ്. ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായാണ് പ്രധാനമന്ത്രി മോദി തായ്ലൻഡിലെത്തിയത്. ബംഗാൾ ഉൾക്കടലിന് ചുറ്റുമുള്ള 7 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രാദേശിക സംഘടനയാണ് ബേ ഓഫ് ബംഗാൾ ഇനീഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോഓപ്പറേഷൻ അഥവാ ബിംസ്റ്റെക്. 1997 ജൂൺ 6 ബാങ്കോക്കിൽ വെച്ച് നടന്ന പ്രഖ്യാപനത്തിലൂടെയാണ് ബിംസ്റ്റെക് സ്ഥാപിതമായത്. ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, നേപ്പാൾ, ശ്രീലങ്ക, മ്യാൻമർ, തായ്ലൻഡ് എന്നിവയാണ് 7 അംഗരാജ്യങ്ങൾ. തുടക്കത്തിൽ സാമ്പത്തിക കൂട്ടായ്മയായ ബിസ്റ്റ് ഇസി ബംഗ്ലാദേശ്, ഇന്ത്യ, ശ്രീലങ്ക, തായ്ലൻഡ് എക്കണോമിക് കോർപ്പറേഷൻ എന്ന പേരിലാണ് ആരംഭിച്ചത്. അംഗരാജ്യങ്ങളുടെ ഇംഗ്ലീഷ് പേരുകളെ അടിസ്ഥാനമാക്കി അക്ഷരമാലാക്രമത്തിലാണ് ബിംസ്റ്റെക്കിന്റെ അധ്യക്ഷസ്ഥാനം മാറുന്നത്. പാകിസ്ഥാൻ ഉൾപ്പെടുന്ന സാർക്ക് വളരെ കാലമായി നിഷ്ക്രിയമാണ്. അതിനിടയിലാണ് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബിംസ്റ്റെക് ഏറെ നിർണായകമാണ്.